ഹായ് ഹലോ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നതേ അറഞ്ചം പുറഞ്ചും പിടിക്കുന്ന ഓറഞ്ച് ഓർക്കിഡ് റോസിനെയാണ് കേട്ടോ. അതെ, ഫെയറി ഓറഞ്ച് റോസിനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എന്താ പറയുക, നമ്മളൊരു ഗാർഡനിലൂടെ നടക്കുമ്പോൾ ഒരുപാട് വലിയ പൂക്കളല്ല, പക്ഷെ ചെറുതായി ഒരുമിച്ച് ചിരിച്ചതുപോലെ നിൽക്കുന്ന, കൂട്ടം കൂടി പൂത്ത് നിൽക്കുന്ന ഓറഞ്ച് നിറമുള്ള ഈ ഒരു റോസിനെ കണ്ടാൽ നിങ്ങൾ നോക്കി നിൽക്കുമോ, അതോ നിങ്ങൾ നോക്കാതെ പോവോ? അതെ, നോക്കിയിട്ടേ പോവുള്ളൂ അല്ലേ. അതെ, ഈ കാണുന്നതാണ് ഓറഞ്ച് ഫെയറി. പേരിൽ തന്നെ ഒരു മാജിക് ഉണ്ട് കേട്ടോ, ഫെയറി. അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും. ശരിക്കും പറഞ്ഞാൽ പലർക്കും തോന്നും ഇതെന്താ ചില്ലർ റോസ് അല്ലേന്ന്. അതെ, കുഞ്ഞു കുഞ്ഞു പൂക്കൾ വിരിയുന്ന അടിപൊളി റോസ് അല്ലേ. എന്നാൽ ഇതൊരു സാധാരണ റോസ് അല്ല കേട്ടോ. പോളിയാന്ത മിനിയേച്ചർ റോസ് ഫാമിലിയിലുള്ള ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണിത്. അതെ, ഒരൊറ്റ കൊമ്പിൽ ഒന്നല്ല 10-15 പൂക്കൾ വരെ ഇങ്ങനെ കൊല കൊലയായിട്ട് പൂക്കും. ഫ്ലവറിങ് സീസണോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സീസൺ ഇല്ല എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതായത് ഒരു ചെടിയുണ്ടല്ലോ, ഒരു ബൊക്കറ്റ് പോലും ഇങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് സത്യം. കണ്ടില്ലേ എന്താ ഭംഗിയെന്ന് നോക്കിയേ, എന്താ രസമെന്ന് നോക്കിയേ. ശരിക്കും ഓറഞ്ച് നിറത്തിൽ വിരിഞ്ഞിട്ട് ദേ കളർ ഇങ്ങനെ മങ്ങി 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 ഒരു എന്താ പറയുക, നരച്ച കളറായിട്ടായിരിക്കും ഇത് പൊഴിയുക. അടിപൊളി പ്ലാന്റ്. ഇത് ശരിക്കും ആ ഓറഞ്ച് കളറിൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള ഒരു രസമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഒരു ചെറിയ ചെടി, ചെറിയ ഇലകൾ, ചെറിയ പൂക്കൾ, പക്ഷേ ഇത് തരുന്ന ഒരു ഇമ്പാക്റ്റോ അത് ഭയങ്കര വലുതാണ് കേട്ടോ. അതെ, പണ്ട് യൂറോപ്യൻ ഗാർഡൻസിലാണ് ഇതുപോലുള്ള ക്ലസ്റ്റർ റോസസ്, ഫെയറി റോസസ് എന്ന പേരിൽ ഫേമസ് ആയത്. അതെ, മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഈ ഏത് കാലാവസ്ഥയിലും ഇത് പിടിച്ചു പോകുന്നുണ്ട്. കണ്ടിന്യൂസ് ഫ്ലവറിങ് ആണ്. അതെ, അതുകൊണ്ടാണ് ബിഗിനേഴ്സ് ഗാർഡനും ഹോം ഗാർഡൻ ലവേഴ്സിനും ഫെയറി റോസസ് ഫേവറേറ്റ് ആയത്. അപ്പോൾ ഫെയറി റോസിൻ്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ഫെയറി പിങ്ക് ഉണ്ട്, ഫെയറി പിങ്ക് ആൻഡ് വൈറ്റ് മിക്സിംഗ് ഉണ്ട്, ഫെയറി യെല്ലോ ഉണ്ട്, ഫെയറി റെഡ് ഉണ്ട്, സൂപ്പർ ഫെയറി ഉണ്ട്. ആ കൂട്ടത്തിലാണ് നമ്മുടെ ഫെയറി ഓറഞ്ച് കൂടി വന്നിരിക്കുന്നത്. പൊളിയല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് കണ്ടു നിന്നാൽ കണ്ടു നിൽക്കാൻ തന്നെ തോന്നുന്നൊരു റോസ് അല്ലേ? അപ്പോൾ ഈ റോസിൻ്റെ ഒരു നിറം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. റെഡ് പോലെ ഭയങ്കര അഗ്രസീവ് അല്ല, യെല്ലോ പോലെ ഡള്ളോ അല്ല. ശരിക്കും ഈ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എനർജി, ഹാപ്പിനെസ്, പോസിറ്റിവിറ്റി ഒക്കെ തരുന്നൊരു കളറാണല്ലേ. അത്തരത്തിലുള്ളൊരു കളറാണ് ഈ റോസ് വിരിയുമ്പോൾ ഉള്ളത്. വിരിയുമ്പോൾ വരുന്ന കളറാണ് കേട്ടോ ഇത്. പിന്നീടാണ് നിറം ഫെയ്ഡായി 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 വേറൊരു നിറത്തിലേക്ക് മാറിപ്പോകുന്നത്. ശരിക്കും നമ്മുടെ ഗാർഡനിൽ ഈ ഒരു കളറിൽ ബഞ്ചായി വിരിയുന്ന റോസുകൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ ഒരു ഗാർഡൻ ബ്രൈറ്റായിട്ട് തോന്നിപ്പിക്കും. നമ്മുടെ മൂഡ് തന്നെ മാറും. വിസിറ്റേഴ്സ് ഇൻസ്റ്റൻ്റ്ലി നോട്ടീസ് ചെയ്യുകയും ചെയ്യും. അതെ, അടിപൊളി റോസാണ്. അതുകൊണ്ട് തന്നെ വില്ലാസിലും റിസോർട്ടിലും ടെറസ് ഗാർഡൻസിലും ഈവൻ ഡെക്കറേഷനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു തരം റോസാണിത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇതൊരു സിംഗിൾ ബ്ലൂം റോസ് അല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ക്ലസ്റ്റർ ബ്ലൂമിങ് റോസാണ്. ഈ പൂവ് ഇത് ഇപ്പോൾ ഒരു ചെടിയിൽ കുറേ തണ്ടുകൾ, കുറേ പൂക്കളായിട്ടുണ്ടാകും. അപ്പോൾ ഒരു തണ്ട് കൊഴിയാറാകുമ്പോൾ അടുത്തടുത്തതിലിങ്ങനെ ബ്ലൂമിങ് തുടങ്ങിക്കൊണ്ടേയിരിക്കും, പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും. നല്ല രസമാണ് അങ്ങനെ കാണാൻ തന്നെ. ഒരു പൂ വാടുമ്പോൾ അതിൻ്റെ അടുത്ത പൂവ് ഓൾറെഡി റെഡായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു റോസിൽ എപ്പോഴും പൂക്കൾ കാണുമെന്നുള്ളതാണ്. നമ്മുടെ ഗാർഡന് ഒരു എംപ്റ്റി ലുക്ക് വരില്ല ഇത് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഫോട്ടോ, റീൽ അങ്ങനെയൊക്കെ എടുക്കാൻ നല്ല രസമുള്ളൊരു റോസാണ് കേട്ടോ. പിന്നെ സെല്ലേഴ്സിന് ഇത് ഫാസ്റ്റ് മൂവിങ് ആണ്, പെട്ടെന്ന് തന്നെ സെയിലായി പോവുകയും ചെയ്യും. കാര്യം അത്രയ്ക്ക് റെയർ വെറൈറ്റിയാണ്. സാധാരണ ഗാർഡനുകളിലൊന്നും ഇത് വിൽപ്പനയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി റോസാണ്. പിന്നെ ഒരുപാട് ദിവസം ഈ പൂക്കൾ നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത കേട്ടോ. കാര്യം നമ്മൾ ഇപ്പോൾ പൂ വിരിയുന്ന ഒരു കളർ ഞാൻ കാണിച്ചുല്ലോ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു കളറിലേക്ക് മാറി 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 ഒത്തിരി 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 ദിവസം ഈ പൂക്കൾ, ഈ റോസാപ്പൂക്കൾ നമ്മളുടെ ആ റോസിൽ തന്നെ ഇങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. അതും ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് കേട്ടോ. പിന്നെന്താ പറയുക, ഈ ഫെയറി റോസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫെയറി ലെവലാണ്. ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. 4 മുതൽ 6 മണിക്കൂർ വരെ സൺലൈറ്റ് വേണം. അതും ഡയറക്റ്റ് സൺലൈറ്റ് വേണം. വെൽ ട്രെയിൻഡ് സോയിലായിരിക്കണം. ഒരു ഓവർ വാട്ടറിങ് ഇതിന് വേണ്ടേ വേണ്ട. പിന്നെ പ്രൂണിങ് ഒക്കെ എന്ന് പറയുമ്പോൾ ലൈറ്റായിട്ടുള്ള പ്രൂണിങ് മതിയാവും. അതെ, അങ്ങനെയുള്ള പ്രൂണിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച്
പൂക്കൾ നമുക്ക് തരികയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ ഫെർട്ടിലൈസർ ഒന്നും വേണ്ട, എക്സ്പെൻസീവ് സ്പ്രേസ് ഒന്നും വേണ്ട, ജസ്റ്റ് ബേസിക് റോസ് കെയർ കൊടുത്താൽ മതിയാവും. അടിപൊളി പൂക്കൾ ഈ റോസ് തരും. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ടൈം റോസ് ഗ്രോ ചെയ്യുന്നവർക്ക് ഈ റോസ് നല്ലതാണ്. ബാൽക്കണി ഗാർഡനേഴ്സിനും നല്ലതാണ്, ലേഡീസ് എൻ്റർപ്രണേഴ്സിനും ഒക്കെ ഈ ഒരു റോസ് ചൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം പെട്ടെന്ന് ഇത് സെയിലായി പോകുന്ന റോസുമാണ്. നമുക്ക് കമ്പ് വെട്ടി വെച്ചാൽ കുത്തിപ്പിടിപ്പിച്ച് വേര് പിടിപ്പിച്ചെടുത്ത് വിൽക്കാനൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള റോസാണ്. നാടൻ റോസുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ വിൽപ്പനയ്ക്കുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റോ ഒക്കെ നമ്മളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓർഡർ എടുക്കുന്നതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള റോസുകളിലൊന്നാണ്. ഓൾറെഡി എനിക്ക് ഫെയറി റോസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, സൂപ്പർ ഫെയറി ഉണ്ട്, വൈറ്റ് ആൻഡ് പിങ്ക് മിക്സിംഗ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്. അങ്ങനെ ഫെയറിയുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഫെയറി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ പഞ്ചായിട്ട് ചെറിയ പൂക്കൾ പൂക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് കളക്ഷൻ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ തന്നെയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളറാണ് ഈ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ. ഓറഞ്ച് എന്തോ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഈ ഓറഞ്ച് ഫ്ലവറിനെ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ റെയർ പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാ ഗാർഡനുകളിലും ഒന്നും വാങ്ങിക്കാൻ കിട്ടാത്ത ഒരു തരം പ്ലാന്റാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്ലാന്റ് ഇതിൻ്റെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ മേടിച്ചവരൊക്കെ തന്നെ ഇതിന് കമ്പ് വെട്ടി വെച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു നോക്കിക്കോളൂ. കാര്യം ഉറപ്പായിട്ടും കമ്പ് മുളയ്ക്കുന്നതാണ്. നമ്മളിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് നാടൻ റോസുകളാണ്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ടും ഉള്ളത്. അപ്പോൾ എങ്ങനെയാ ഈ റോസാപ്പൂക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഒരുപാട് വെറൈറ്റി റോസുകൾക്കിടയിൽ ഈ ഓറഞ്ച് ഫെയറി റോസ് നമ്മുടെ ഹൃദയം കീഴടക്കുന്ന ഒരു റോസാണ് കേട്ടോ. ബഞ്ചായിട്ട് പൂക്കുമ്പോൾ അത് കാണാൻ വേറൊരു ലുക്കും കൂടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാ, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ കുറേ പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, പറ്റി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു റോസ് ലവർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ഇതുപോലുള്ള ഒരുപാട് റെയർ വെറൈറ്റി റോസുകൾ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ടാവും, വിൽപ്പനയ്ക്കും കൊണ്ടുവരുന്നുണ്ടാവും. അതുപോലെ തന്നെ റോസിനെ കുറിച്ചുള്ള ചരിത്രവും റോസിൻ്റെ വിശേഷങ്ങളും റോസുകളെക്കുറിച്ചുള്ള കഥകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറക്കണ്ട, അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ടാറ്റ പറഞ്ഞ് പോവാണ്. മറക്കല്ല കേട്ടോ, ഇത് നമ്മുടെ ഓറഞ്ച് ഫെയറി റോസ്. അതെ, സൂപ്പർ പ്ലാന്റാണ്. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്തോളൂ.